മോണിറ്റോൾ. ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയെക്കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒന്ന് ശ്രമിച്ചാൽ, ഒന്ന് അതിൻ്റെ ടെക്നിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഇംഗ്ലീഷ് നമുക്ക് സംസാരിക്കാൻ പറ്റും. ആദ്യമായിട്ട് നമുക്കൊന്ന് പഠിക്കാനുള്ളത് നമ്മളുടെ ജോലിയെക്കുറിച്ച് പറയാം. അത് എങ്ങനെ പറയാം എന്നുള്ളതാണ്. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ എന്നാണ് പറയാം. ഐ ആം എ ഡോക്ടർ. ഞാനൊരു ഡോക്ടർ ആണ്. ഐ ആം എൻ എൻജിനീയർ. ഞാനൊരു എൻജിനീയർ ആണ്. ഐ ആം എൻ അഡ്വക്കേറ്റ്. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. ഐ ആം എ പോലീസ്മാൻ. ഞാനൊരു പോലീസ്മാൻ ആണ്. ഐ ആം എ പോലീസ് വുമൺ. ഞാനൊരു പോലീസ് വുമൺ ആകുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഏന്ന് ഉപയോഗിച്ചു, ആന് ഉപയോഗിച്ചു. അവ തമ്മിലുള്ള മാറ്റം നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കാം. ഇനി നമ്മുടെ മുമ്പിലുള്ള ഒരാളോട് സംസാരിക്കുകയാണെങ്കിൽ, അയാളുടെ ജോലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആർ നമ്മൾ ഉപയോഗിക്കണം. യു ആർ എ ഡോക്ടർ. നീ ഒരു ഡോക്ടറാണ്. യു ആർ എൻ എൻജിനീയർ. നീ ഒരു എൻജിനീയർ ആണ്. യു ആർ എൻ അഡ്വക്കേറ്റ്. നീ ഒരു അഡ്വക്കേറ്റ് ആണ്. യു ആർ എ പോലീസ്മാൻ. നീ ഒരു പോലീസ്മാൻ ആണ്. യു ആർ എ പോലീസ് വുമൺ. നീ ഒരു പോലീസ് വുമൺ ആണ്. വളരെ സിമ്പിളായി ഉപയോഗിക്കാൻ പറ്റും. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ആം. നേരെ മുമ്പുള്ള ആളോട് പറയുകയാണെങ്കിൽ യു ആർ. ഒന്ന് കൂടെ പറഞ്ഞു നോക്കൂ. യു ആർ എ ഡോക്ടർ. യു ആർ എൻ എൻജിനീയർ. യു ആർ എൻ അഡ്വക്കേറ്റ്. യു ആർ എ പോലീസ്മാൻ. യു ആർ എ പോലീസ് വുമൺ. ഇതിന് ഗ്രാമർ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാനേ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ പറയുന്നത് ഗ്രാമർ അനുസരിച്ച് ആയിരിക്കും എന്ന് മാത്രം. എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐ ആം എ ഡോക്ടർ. ഐ ആം എൻ എൻജിനീയർ. ഐ ആം എൻ അഡ്വക്കേറ്റ്. ഐ ആം എ പോലീസ്മാൻ. ഐ ആം എ പോലീസ് വുമൺ. ഇനി മറ്റൊരാളെ കുറിച്ച്, ഒരു പുരുഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈസ് ആണ് അവിടെ ഉപയോഗിക്കുക. ഹി ഈസ് എ ഡോക്ടർ. അവനൊരു ഡോക്ടറാണ്. ഹി ഈസ് എൻ എൻജിനീയർ. അവനൊരു എൻജിനീയർ ആണ്. ഹി ഈസ് എ പോലീസ് മാൻ. അവനൊരു പോലീസ്മാൻ ആണ്. ഹി ഈസ് എൻ അഡ്വക്കേറ്റ്. അവനൊരു അഡ്വക്കേറ്റ് ആണ്. ഹി ഈസ് എ പോലീസ് വുമൺ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവന് പുരുഷനാണ്. ഇനി ഒരു സ്ത്രീയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? ഷീ ഈസ് എ ഡോക്ടർ. ഷീ ഈസ് എൻ എൻജിനീയർ. ഷീ ഈസ് എൻ അഡ്വക്കേറ്റ്. ഷീ ഈസ് എ പോലീസ് വുമൺ. ഇനി നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ഈസ് ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് എ ബെഞ്ച്. അതൊരു ബെഞ്ചാണ്. ഇറ്റ് ഈസ് എ ബുക്ക്. അതൊരു ബുക്കാണ്. ഇറ്റിന് അത് ഇത് രണ്ടും പറയാം. ഇറ്റ് ഈസ് എ ബുക്ക്. ഇതൊരു ബുക്കാണ്. ദാറ്റ് ഈസ് എ ബുക്ക്. അതൊരു ബുക്കാണ്. ദാറ്റും ഉപയോഗിക്കാൻ പറ്റും. ദിസ് ഈസ് എ ബുക്ക്. ഇതൊരു ബുക്കാണ്. ദിസ് ഈസ് എൻ ഓറഞ്ച്. ഇതൊരു ഓറഞ്ചാണ്. ഇവിടെയൊക്കെ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ്സ് എ ഫാൻ. അതൊരു ഫാൻ ആകുന്നു. ഇനി ഒരുപാട് പേരെ കുറിച്ച് പറയുകയാണെങ്കിൽ, അഥവാ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ അവിടെയും ആറാണ് ഉപയോഗിക്കേണ്ടത്. ഉദാഹരണത്തിന് സാലിം ആൻഡ് രാഹുൽ ആർ ബോയ്സ്. സാലിമും രാഹുലും ബോയ്സ് ആണ്. സാലിം ആൻഡ് രാഹുൽ ആർ ഫ്രണ്ട്സ്. സാലിമും രാഹുലും ഫ്രണ്ട്സ് ആകുന്നു. അതുപോലെ തന്നെ ദ ബോയ്സ് ആർ സ്റ്റുഡൻസ്. ബോയ്സ് ആ വിദ്യാർത്ഥികൾ, ആൺകുട്ടികൾ വിദ്യാർത്ഥികളാണ്. ദ ഗേൾസ് ആർ സ്റ്റുഡൻസ്. പെൺകുട്ടികൾ വിദ്യാർത്ഥിനികൾ ആകുന്നു. ഇത്രയുമാണ് ഇന്നെടുക്കുന്ന പാഠം. വളരെ സിമ്പിളാണ്. എൻ്റെ ജോലിയെക്കുറിച്ച് പറയാൻ അയാം വെച്ചിട്ട് പറയാം. നേരെ മുമ്പിലുള്ള ആളോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ യു ആർ എന്ന് ഉപയോഗിക്കുന്നു. ഞാനും നീയും അല്ലാത്ത മറ്റൊരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ ഈസ് ഉപയോഗിക്കുന്നു. ഇത്രയേ ഉള്ളൂ.
പിന്നെ ഒന്നിൽ കൂടുതൽ ആളുകളാണെങ്കിൽ അവിടെ നമ്മൾ ആർ ഉപയോഗിക്കുന്നു. ഐ ആം എ ഡോക്ടർ, യു ആർ എ ഡോക്ടർ. അപ്പുറത്തുള്ള ഒരു കുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹി ഈസ് എ ഡോക്ടർ. ഈ പെൺകുട്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എ ഡോക്ടർ. ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബെഞ്ച്. ദ ബോയ്സ്, ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ ബോയ്സ് ആർ ഡോക്ടേഴ്സ്. ആൺകുട്ടികളൊക്കെ ഡോക്ടർമാരാണ്. ഇനി നമ്മുടെ മുമ്പിലുള്ള ആള് ഒരാളാണെങ്കിൽ അവിടെ നമ്മൾ യു ആർ ഉപയോഗിക്കും. യു ആർ എ ഡോക്ടർ, നീ ഒരു ഡോക്ടറാണ്. നമ്മുടെ മുമ്പിലുള്ള ആള് ഒന്നിൽ കൂടുതൽ ഒരുപാട് പേരുണ്ടെങ്കിൽ അവിടെയും ആറ് ഉപയോഗിക്കാൻ പാടുള്ളൂ. യു ആർ ഡോക്ടേഴ്സ്, നിങ്ങൾ ഡോക്ടർമാർ ആകുന്നു. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് യു എന്നുള്ള സബ്ജക്റ്റ് നീ എന്ന് ഉപയോഗിക്കും. നിങ്ങൾ എന്ന് പറയാനും ഒരു വേർഡ് മാത്രമേ ഇംഗ്ലീഷിലുള്ളൂ. അതുകൊണ്ട് യുവിൻ്റെ കൂടെ എപ്പോഴും ആറാണ് ഉപയോഗിക്കുക. അതിൻ്റെ കൂടെ ആം ഉപയോഗിക്കുന്നത് പോലെ ഹി, ഷീ, ഇറ്റ് ഇതിൻ്റെ കൂടെ ഒക്കെ നമ്മൾ ഈസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാൻ, ഐ ആം എ ഡോക്ടർ. നേരെ മുമ്പുള്ള ആളോട് യു ആർ എ ഡോക്ടർ. നമ്മൾ അപ്പുറത്തുള്ള ഒരാളോട് പറയുകയാണെങ്കിൽ ഹി ഈസ് എ ഡോക്ടർ. പെൺകുട്ടിയാണെങ്കിൽ ഷീ ഈസ് എ ഡോക്ടർ. ഒരു വസ്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബെഞ്ച്, ഇറ്റ് ഈസ് എ ഡെസ്ക്, ഇറ്റ്സ് എൻ ഓറഞ്ച്, ഇറ്റ്സ് എൻ ആപ്പിൾ. സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒരു വസ്തുവിനെ കുറിച്ച്, നമ്മുടെ ഒരു ജോലിയെ കുറിച്ചൊക്കെ പറയാൻ ഇന്ന് പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും all the best.